ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റ് ഹോൾഡേഴ്സിന് സമ്മാനിച്ചിട്ടുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടൂസ് അക്കാഡമി. കഴിഞ്ഞ 5 വർഷങ്ങളിലായി സെറ്റ്, കേട്ടറ്റ്, നെറ്റ്, HSST, LP, UP, HSA തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമിലും റാങ്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടെ സമ്മാനിച്ചിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടൂസ് അക്കാഡമി. ഇത്തവണ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ഇന്ന് ടൂസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും സെറ്റ് എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ, അതായത് ആ ഒരു എക്സാമിനോടനുബന്ധിച്ച് കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തവണ കുറച്ച് നേരത്തെയാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഏവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതൊരു എക്സാമിനും വളരെ റിലവൻ്റ് ആണ്, എസ്പെഷ്യലി കൊമേഴ്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ. മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും വരുന്നൊരു ടോപ്പിക്കാണ്. അത് മാച്ച് ദ ഫോളോവിങ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന മോഡലാണ്. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 and 2, 3 ഈ 3 എണ്ണവും എല്ലായ്പ്പോഴും നമുക്ക് വളരെ കോമൺ ആയിട്ട് എക്സാമിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. അത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും 1 എന്ന് പറയുന്നത് സിമിലർ ആണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അതും ഇന്റർനാഷണൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസിനെ കുറിച്ചിട്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2-നകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടും. അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ, റിമൈനിങ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 എന്ന് പറയുന്നത് ഏതാണ്? കണ്ടിജൻസീസ് ആൻഡ് ഈവൻസ് ഒക്യൂറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന 3 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് AS1, AS2, AS3. AS1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. AS2 എന്ന് പറയുന്നത് വാല്യൂഷൻ ഓഫ് ഇൻവെന്ററീസ് ആൻഡ് AS3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്
അപ്പോൾ സെറ്റ് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് ഏറിയ പങ്കും ചോദിക്കാറുള്ളത്. യൂണിറ്റ് 5 ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്നും ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ കുറച്ചു പേരെങ്കിലും കൺഫ്യൂസിങ് ആക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് വോൾട്ടേഴ്സ് മോഡൽ ആണ് കേട്ടോ. അപ്പോൾ വോൾട്ടേഴ്സ് മോഡലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. വോൾട്ടേഴ്സ് മോഡലിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഡിവിഡൻഡ് പോളിസിയെ കുറിച്ചിട്ട്. പലതരത്തിലുള്ള ഡിവിഡൻഡ് പോളിസികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിലവൻസ് ആൻഡ് ഇർറിലവൻസ് മോഡൽ എന്ന് പറയുന്നത്. റിലവൻസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ ഷെയർ പ്രൈസിന്റെ കേസിൽ ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റിലവൻസ് മോഡൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത് റിലവൻസ് മോഡലിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എന്താണ് വോൾട്ടേഴ്സ് മോഡലിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അഫക്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഡിപ്പെൻഡിങ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകുന്ന തുകയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മാർക്കറ്റ് വാല്യൂ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേഴ്സ് മോഡലിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് റിലവൻസ് മോഡലാണ്. അടുത്തൊരു പോയിന്റ് ആണ് ബേർഡൻ ഹാൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. മിക്കവർക്കും അറിയാം, മുൻവർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചോദ്യകർത്താക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ബേർഡൻ ഹാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ബേർഡൻ ഹാൻഡ് മോഡൽ ഡിവിഡൻഡ് പോളിസികളുടെ കേസിൽ വരുന്നത്. അപ്പോൾ ബേർഡൻ ഹാൻഡ് എന്ന് പറയുന്നത് മിറൻ ഗോർഡൻ അല്ലെങ്കിൽ എം ഗോർഡനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലാണ് ബേർഡൻ ഹാൻഡ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ബേർഡൻ ഹാൻഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സർട്ടൈൻ ആൻഡ് ഇമ്മീഡിയറ്റ് ഡിവിഡൻഡ് ആണ്. അതായത് നമുക്ക് ഉറപ്പുള്ളതും പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതുമായിട്ടുള്ള ഡിവിഡൻഡ് പോളിസികളാണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അല്ലാണ്ട് ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിൻസിലോ അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ടുള്ള, അതായത് ടു ഇൻ ദ ബുഷ് എന്നാണ് അതിനെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഹയർ ഡിവിഡൻഡ്, അതായത് ഫ്യൂച്ചറിൽ ലഭിക്കാൻ പോകുന്ന ഒരു ഹയർ ഡിവിഡൻഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഡിവിഡൻഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ടു ഇൻ ബുഷ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹയർ ഡിവിഡൻഡ് ലീഡ് ടു ഹയർ ഷെയർ പ്രൈസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഈ ബേർഡൻ ഹാൻഡ് മോഡലിനകത്ത് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ്, അതായത് സർട്ടൈൻ ഡിവിഡൻഡിന് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, അൺസർട്ടൈൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഗ്രോത്ത് ഫോം എന്ന് പറയുന്നത്. ഗ്രോത്ത് ഫോം എന്ന് പറയുന്നത് വോൾട്ടേഴ്സ് ആൻഡ് ഗോർഡൻ മോഡലിനകത്ത് ഈ ഒരു ഗ്രോത്ത് ഫേമിനെ കുറിച്ച് പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും അധികമാണെന്നുണ്ടെങ്കിൽ ആർ ഗ്രേറ്റർ ദാൻ കെ, അതാണ് ഗ്രോത്ത് ഫേമിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിലാണ് ഗ്രോത്ത് ഫേം, അതായത് കോസ്റ്റ് കുറവും അതിൽ നിന്നുള്ള റിട്ടേൺ കൂടുതലുമാണെങ്കിൽ അതൊരു ഗ്രോത്ത് ഫേം ആണ്. അങ്ങനെ ഗ്രോത്ത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് റീഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതെന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗ്രോത്ത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏർണിങ്സ് ആ ബിസിനസ്സിനുള്ളിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫേമുകളാണ് ഗ്രോത്ത് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂത്ത് ഫേം എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അതിനുവേണ്ടി ചിലവാകുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും അധികമാണ്, ആര് ഗ്രേറ്റർ ദാൻ കെ. ഇനി എന്താണ് നോർമൽ ഫേം എന്ന് പറയുന്നത്? നോർമൽ ഫേമിന്റെ കേസിൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തുല്യമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ നോർമൽ ഫേം എന്ന് പറയുന്നത്. സോ ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഹാസ് നോ ഇമ്പാക്ട് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. അപ്പോൾ ഇതിന്റെ ഓരോന്നും
എക്സ്പ്ലെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വോൾട്ടേഴ്സ് മോഡലിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് റെലവൻസ് മോഡലാണ്. ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എം ഗോർഡൻ ആണ്, അല്ലെങ്കിൽ മിറൻ ഗോർഡൻ ആണ്. ടു ഇൻ ദ ബുഷ്, അതേപോലെ തന്നെ ബേർഡ് ഇൻ ഹാൻഡ് തിയറി, ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എം ഗോർഡൻ അല്ലെങ്കിൽ മിറൻ ഗോർഡൻ മോഡൽ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഗ്രോത്ത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഗ്രോത്ത് ഫേമും, റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തുല്യമാണെങ്കിൽ അത് നോർമൽ ഫോമുമാണ്. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഇക്വൽ ടു കെ ആണെങ്കിൽ നോർമൽ ഫോം, ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രോത്ത് ഫോമുമാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആൻസറിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസർച്ച് മെത്തഡോളജിയിൽ നിന്നും എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The variables that are not related to the subject of the study but may affect the dependent variable are termed as dash variables. നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ പോലും നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യാവുന്ന വേരിയബിൾസിനെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ്, എക്സ്ട്രേനിയസ്, ഡിപ്പെൻഡന്റ് ആൻഡ് ഡിസ്ക്രീറ്റ്. നമ്മളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേരിയബിൾ അല്ല, പക്ഷെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് വേരിയബിൾസ് ആണ്, നമ്മുടെ സ്റ്റഡിക്ക് പുറമേ ഉള്ള വേരിയബിൾസ് ആണ്, പക്ഷെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം ഇങ്ങെത്തി. അപ്പോൾ നമ്മുടെ ഫെബ്രുവരി 2026 ആണ് എക്സാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സെറ്റ് ആസ്പിറൻസ് നമ്മുടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതിനോടൊപ്പം നമുക്ക് സ്മാർട്ട് വർക്ക് കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള PYQs നമ്മളിങ്ങനെ നോക്കാറുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനും ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് നേരിടാനും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂണിറ്റ് 2 ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും എല്ലാ വർഷവും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന മാസ്റ്റർ ഫോളോയിങ്ങും തന്നെയാണ്. ഇത് 2025 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതുപോലെ 2004 ക്വസ്റ്റ്യനും 2003 ക്വസ്റ്റ്യനും എല്ലാം ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മാസ്റ്റർ ഫോളോയിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്, ഷുവറായിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾ മൈക്രോയും മാക്രോയും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ മാക്രോ എൻവയോൺമെൻറ്റ് ഏതാ, മൈക്രോ ഏതാ. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസും കസ്റ്റമേഴ്സും ഒക്കെ വരുന്നത് മൈക്രോയ്ക്കകത്താണ്. ഓക്കെ, അതുപോലെ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ലീഗൽ എന്ന് പറയുമ്പോൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എക്കണോമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാസ്റ്റർ ഫോളോയിങ് തന്നെ നമുക്ക് വരുമ്പോൾ അറിയാം A3, അതുപോലെ തന്നെ B1 ആൻഡ് C4 ആൻഡ് D2, ദാറ്റ് ഈസ് ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതുപോലെ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അതേപോലത്തെ എൻവയോൺമെന്റുകൾ ചെറിയ മാറ്റം വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ വന്നാലും നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് സോഷ്യലും പൊളിറ്റിക്കലും ടെക്നോളജിക്കലും ഒക്കെ നമുക്ക് മാച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ ചിലർക്ക് അത് അറിയില്ല, എക്കണോമിക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് മാച്ച് ചെയ്ത് ആൻസറിലോട്ട് എത്തിക്കാവുന്നതുമാണ്. അതാണ് മാസ്റ്റർ ഫോളോയിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നമുക്ക് നോക്കിയാൽ ടെക്നോളജി ഉറപ്പായിട്ട് എന്തായിരിക്കും, ഡിജിറ്റലൈസേഷൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ആദ്യമേ അങ്ങ് മാച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയേ D4 ഉള്ള 2 ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം എയും ആവാം ഡിയും ആവാം. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഗവൺമെന്റും പൊളിറ്റിക്സുമായിട്ടാണ് ബന്ധം. അപ്പൊ C3 വരണം.
അപ്പൊ C3 വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, എ ആണ് അല്ലെ. കാര്യം എന്താണ്? സോഷ്യൽ എൻവയോൺമെന്റ് കൺസ്യൂമറിന്റെ തന്നെയാണ്, എക്കണോമിക് ഇൻഫ്ലേഷൻ റേറ്റ് തന്നെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 2023 ചോദ്യം എടുത്തു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ മൈക്രോ, ഞാൻ പറഞ്ഞു മാർക്കറ്റ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇതൊക്കെ മൈക്രോയ്ക്കകത്ത് വരുന്നതാണ്. ഇനി നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റ്, ലീഗൽ, എക്കണോമിക് ഒക്കെ ഉണ്ട്. എക്കണോമിക് ഏതാണ്? പെർ ക്യാപിറ്റ ഇൻകം ആണ്. അതുപോലെ ലീഗൽ ആക്ട് ആണ്, കമ്പനീസ് ആക്ട് ആണ്. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് പോപ്പുലേഷൻ ആണ്. അങ്ങനെ ഇവിടെ A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. A3 ദെൻ B1 അതും ഒരുപോലെ വരുന്നുണ്ട്. നമുക്ക് 4 ആണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് B തിരഞ്ഞെടുക്കാവുന്നതാണ്. എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാസ്റ്റർ ഫോളോയിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ റിപ്പീറ്റഡ് ആണ്, ഷുവർ ഷോർട്ട് ആണ്. അപ്പോൾ ഈ നമ്മുടെ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിൽ കറക്റ്റ് എങ്ങനെ വരും, ഏതൊക്കെയാണ് എൻവയോൺമെന്റുകളെന്നും മൈക്രോ മാക്രോയും തമ്മിൽ തിരിഞ്ഞു പോകാതെയൊക്കെ പഠിച്ചുകൊണ്ട് പോകേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 1-ലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആണ്. ആ മാനേജ്മെന്റിൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾ. ഈ 14 പ്രിൻസിപ്പിൾസ് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ആ പ്രിൻസിപ്പിൾ തന്നിട്ട് അതിന്റെ മീനിങ് ആയിരിക്കാം, ചിലപ്പോൾ സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് പ്രിൻസിപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ആകും. പക്ഷെ എന്ത് തന്നെ ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല രീതിയിൽ പല ഭാവത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 14 പ്രിൻസിപ്പിൾസ്. 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഓർമ്മിക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest to general interest, remuneration, centralization, chain, order, equity, stability of the nature of personal, initiative, esprit de corps. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following principles of management is infringed or violated in the case of matrix design of organization structure? നമുക്ക് എല്ലാവർക്കും തന്നെ മെട്രിക്സ് ഡിസൈൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറിയാം, നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ പല പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. അതിൽ മെട്രിക്സ് ഓർഗനൈസേഷൻ പഠിക്കുന്നുണ്ട്. 2 രീതിയിൽ കമ്പൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന രീതിയാണ് മെട്രിക്സ്. ഇത് ഒരു കമ്പനിയിൽ തന്നെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് തിരിക്കുന്നുണ്ട്, പ്രോജക്ട് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അതായത് ഒരാൾക്ക് തന്നെ അയാളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഇപ്പം HR ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഫിനാൻസ് ആകട്ടെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹെഡിനോടും അക്കൗണ്ടബിൾ ആണ്. അതേസമയം അതേ ഒരു പ്രോജക്റ്റിന്റെ അണ്ടറിലായിരിക്കും, ആ പ്രോജക്റ്റ് ഹെഡിനോടും അക്കൗണ്ടബിൾ ആയിരിക്കും. 2 പേരോട് ഒരേ സമയം അക്കൗണ്ടബിൾ ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നുണ്ട് അറ്റ് എ ടൈം ഒരു സുപ്പീരിയർ മാത്രമേ പാടുള്ളൂ. ഒരു പോസ്റ്റിൽ നിന്നുമാണ് ഒരു സബോർഡിനേറ്റ് ഓർഡേഴ്സ് അറ്റ് എ ടൈം എടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2 ഹെഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെയർനെസ് വേണമെന്നാണ്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് എത്ര സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിന് ആകാം എന്നാണ് അവിടെ പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ മീൻസ് 1 ഹെഡ് 1 പ്ലാൻ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഓർഡർ മീൻ ഇൻ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾ? പറയൂ, എന്താണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓർഡർ ഉദ്ദേശിക്കുന്നത്? A, B, C or D? ഓർഡർ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു അറേഞ്ച്മെന്റ് വേണം. ഓർഗനൈസേഷനിലെ തന്നെ തിങ്സിനും
പീപ്പിളിനും എല്ലാം ഒരു ഓർഡർ വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. നമ്മുടെ അറേഞ്ച്മെന്റ് വേണമെന്നാണ്, അല്ലാത്ത വേറൊരു ഓർഡറിനെ പറ്റിയിട്ടോ കമാൻഡിങ് അതോറിറ്റിയെ പറ്റിയിട്ടോ ഒന്നുമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് ആൻഡ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതുപോലെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാണ്, ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി വിത്ത് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് വൺ പ്ലാൻ. ഏത് പ്രിൻസിപ്പിൾ ആണ്? ഉറപ്പായിട്ട് അത് ഏത് തന്നെയാണ്? നമ്മുടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്ക് ഈ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താണ് മെട്രിക്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അറിയാത്ത ആൾക്ക് ഇയാൾക്ക് മാറി ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. അപ്പൊ കറക്റ്റായിട്ട് 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് ദി ക്ലാസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയെന്ന് വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.